അങ്ങനെ ഒരു മുഖം കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഞാൻ ഇച്ഛിച്ചുകൊണ്ട് വന്നത് ചിരിച്ചുകൊണ്ട് ചെല്ലുമെന്നാണ്. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടാത്ത പകയ്ക്കുന്ന കാര്യം ഞാൻ ചെയ്തു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1-2 വാക്യം. എക്സഡസ് ചാപ്റ്റർ 15, 1 and 2. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1-2 വാക്യം. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ടു പാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. അടുത്ത വാക്യം. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ. ഇംഗ്ലീഷിൽ ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് മൈ സോങ്. ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് മൈ സോങ്. എൻ്റെ ദൈവമാണ് എൻ്റെ ബലം. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം എനിക്ക് ബലം തരും. ഇത് പറയാനാണ് നമുക്കിഷ്ടം. നമ്മൾ ആരെങ്കിലും കണ്ടാൽ, ബലഹീനരായ കണ്ടാൽ ദൈവം ബലപ്പെടുത്തും കേട്ടോ. പക്ഷെ അവിടെ ദൈവം ബലം തരുമെന്നല്ല, ദ ലോർഡ് ഹിംസെൽഫ് ഈസ് മൈ സ്ട്രെങ്ത്. ബൈബിളിൽ ചില വാക്യങ്ങൾ അങ്ങനെയുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരാളിനെ കണ്ട സുവിശേഷം പറയുമ്പോൾ എന്തു പറയും? യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ ബൈബിൾ എന്താ പറയുന്നത് അറിയാമോ? ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ എന്ന് പറയുന്നതും ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് ഒരർത്ഥത്തിൽ, അല്ലേ? നമ്മുടെ അറിവ് പലപ്പോഴും ദൈവം സ്നേഹിക്കുന്നു, ദൈവം എനിക്ക് ബലം തരും, അത് ശരിയാ. പക്ഷേ അതിലും അപ്പുറമാണ് ദൈവമാണ് എൻ്റെ ബലം. ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത്. ഇത് ദാവീദും അങ്ങനെ തന്നെ എത്രയോ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ദാവീദ് നമുക്കൊക്കെ നമ്മോട് ദൈവം ആരാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ, ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും ഹൂ ഈസ് ഗോഡ് ടു യു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയുന്നത്? സങ്കീർത്തനത്തിൽ 18:2 ദാവീദിനോടെങ്ങാനും ചെന്ന് ചോദിച്ചാൽ പെടും കേട്ടോ. ഒറ്റ വാക്യത്തിൽ ഇപ്പോൾ എത്ര എണ്ണം പറഞ്ഞിരിക്കുന്നുണ്ടോ? യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകൻ എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും. ഒറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റിയില്ല. 18-ാം സങ്കീർത്തനം 2-ാം വാക്യമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഒരു വാക്യത്തിൽ പറഞ്ഞത്, അല്ലേ? ഇങ്ങനെയൊക്കെയാണ് സങ്കീർത്തനത്തിലൊക്കെ പറയുന്നത്. 28-ാം സങ്കീർത്തനം 7-ാം വാക്യം വീണ്ടും ദാവീദ് എന്തു പറയുന്നു? 28:7 യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. അങ്ങനല്ലേ? എൻ്റെ ഷീൽഡ്, ഹീസ് മൈ സ്ട്രെങ്ത് ആൻഡ് മൈ ഷീൽഡ്. പരിചയം എന്തിനാ? നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ പരിചയം എന്നൊക്കെ പറഞ്ഞാൽ അറിയത്തില്ല. പഴയ കളരിപ്പയറ്റുകാരോ അല്ലെങ്കിൽ പിന്നെ സെക്രട്ടറിൻ്റെ ഫ്രണ്ടിൽ പോലീസുകാരുടെ കയ്യിലെങ്കിലും ഒരു ഷീൽഡ് കാണും, അല്ലേ? SFI പിള്ളേരുടെ എയർ കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു ഷീൽഡ്. ഇതുപോലെ നമുക്കെതിരെയും പിശാച് പലതും എടുത്ത് എറിയുന്നുണ്ട്, പലതും എയ്തു വിടുന്നുണ്ട്. അതിനെയൊക്കെ തടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നിന്നല്ല തടുക്കുന്നത്, എൻ്റെ ദൈവത്തെ ഞാൻ മുന്നിൽ വെച്ചാൽ അവനെൻ്റെ പരിചയമാണ്. ഇന്ന് വരുന്നതെല്ലാം നമ്മുടെ മേത്ത് വന്ന് കയറുക. കാര്യം എന്താ? പരിചയമില്ല. അതിനെ തടയാനുള്ള പരിചയമില്ല. ഇതാരായി പരിചയം? എൻ്റെ ആമർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സർവായുധ വർഗത്തിൽ വിശ്വാസം എന്ന പരിചയമുണ്ട്. പക്ഷെ ഇവിടെ പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാർ പറയുക എൻ്റെ ദൈവമാണ് എൻ്റെ പരിചയം. ദാവീദൊരു രാജാവാണെന്ന് ഓർക്കണം, അല്ലേ? അയാൾ ഒത്തിരി യുദ്ധത്തിന് പോയിട്ടുള്ള ആളാണ്. അയാൾ പറയുക, ഞാൻ എത്ര യുദ്ധത്തിന് പോയാലും എൻ്റെ ശത്രുവിൻ്റെ അറ്റാക്കിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ശത്രുവിനെ തടയുന്നത് എന്താണ്? എൻ്റെ ദൈവം എൻ്റെ പരിചയമായി മുന്നിലുണ്ട്. മൈ ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത് ആൻഡ് മൈ ഷീൽഡ്. ഇനി താഴോട്ട് അങ്ങനെ വായിച്ചു പോയാൽ ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. യെശയ്യാവിലുണ്ട് അതേ വാക്യങ്ങൾ, യെരമ്യാവിലുണ്ട്, ഹബക്കൂക്കിലുണ്ട്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പം അപ്പോസ്തലന്മാരും അത് തന്നെയാണ് പറയുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം, എഫീഷ്യൻസ് 6:10. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. കണ്ടോ? ശക്തിപ്പെടേണ്ടത് ആരില്ല? കർത്താവിൽ. ഇത് ഞാൻ ഒന്നുകൂടെ അടിവരയിട്ട് പറയാം. നമ്മൾ ശക്തിപ്പെടേണ്ടത് നമ്മുടെ കർത്താവിലാണ്. ആമേൻ പറയാമോ? അല്ലേ? കർത്താവിലല്ലാതെ നമ്മൾ ശക്തിപ്പെടാൻ നോക്കിയാൽ നമ്മൾ നിരാശപ്പെടും, നമ്മൾ ലജ്ജിച്ചു പോവും. അതാ സത്യം. മനുഷ്യരിലൊന്ന് ശക്തിപ്പെടാൻ നോക്കിയേ ലജ്ജിച്ചു പോവും. നമ്മുടെ ശക്തിയിലൊന്ന് ശക്തിപ്പെടാൻ നോക്കിയേ, നമ്മുടെ അറിവിൽ ശക്തിപ്പെടാൻ നോക്കിയേ, നമ്മുടെ മുൻ അനുഭവത്തിൽ ശക്തിപ്പെടാൻ നോക്കിയേ തോറ്റുപോകും ചിലപ്പം. പക്ഷേ എൻ്റെ കർത്താവിൽ ശക്തിപ്പെടാൻ നോക്കിയാൽ തീർച്ചയായിട്ടും ജയം നമുക്കുള്ളത് തന്നെയാണ്. നമുക്കെല്ലാവർക്കും പലതരം ബലഹീനതകളുണ്ട്. ശാരീരികമായ ബലഹീനതകളുള്ളവരുണ്ട്, സാമ്പത്തികമായിട്ട് ബലഹീനതകളുള്ളവരുണ്ട്, മാനസികമായിട്ട് ബലഹീനതകളുള്ളവരുണ്ട്, ആത്മീയമായിട്ട് ബലഹീനരുണ്ട്,
പക്ഷേ എന്ത് ബലഹീനതയാണെങ്കിലും ഇന്ന് സഭകളിലുള്ളൊരു വലിയ കുഴപ്പം, എൻ്റെ ബലഹീനത ഞാൻ ഒരിക്കലും ആരോടും തുറന്നു പറയത്തില്ല. ഞാനതിങ്ങനെ എൻ്റെ ഉള്ളിൽ കൊണ്ട് കിടക്കും. കാരണം നമ്മുടെ പ്രശ്നം, ഞാൻ എൻ്റെ ബലഹീനത എവിടെയെങ്കിലും തുറന്നു പറഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് എന്നെ ഇങ്ങനെ താഴ്ത്തി കാണുമെന്നുള്ള ഭയം കൊണ്ടാണ്. അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞു നോക്ക്, പെട്ടത് തന്നെ. ഇത് വലിയ പ്രശ്നമാണ്. 2 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞു, ഞാനൊരു വല്ലാത്ത പ്രശ്നത്തിൽ കൂടെ പോകുമായിരുന്നു. തുടങ്ങി, ഭയങ്കര പ്രശ്നമായിരുന്നല്ലേ ദൈവമേ. പിന്നെ ക്ഷീണിച്ചു പോകരുത് കേട്ടോ, മടുത്തു പോകരുത് കേട്ടോ, വിട്ടുകളയരുത് കേട്ടോ, വിഷമിക്കല്ലേ, കരയല്ലേ, എടാ ഇതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും നമ്മുടെ ഒരു ബലഹീനത ഒന്ന് സൂചിപ്പിച്ച ഉടൻ ആദ്യം കയറി ഗോളടിക്കുക എല്ലാവരും കൂടി. അത് സ്നേഹം കൊണ്ടാണ്. പക്ഷേ ഇതൊക്കെ കൊണ്ടാണ് പലരും മിണ്ടാത്തത്. പ്രത്യേകിച്ച് ഈ പാസ്റ്റേഴ്സ്, ലീഡേഴ്സൊക്കെ ഒന്നും മിണ്ടത്തില്ല. ചിലപ്പോൾ നിങ്ങളൊന്ന് ഓരോ സങ്കടം പറയുമ്പോൾ അതിൻ്റെ പാരമ്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. പറയാൻ പറ്റുമോ അല്ലേ? ചിലപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ. വലിയ സങ്കടമൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ കേട്ടോണ്ടൊക്കെ ഇരിക്കും, ശരി പ്രാർത്ഥിക്കാൻ, ചിലപ്പോൾ പ്രാർത്ഥിച്ച് വിടും. പക്ഷേ നിങ്ങൾ കടന്നു പോകുന്നതിനെക്കാട്ടിലും വലിയ ഘട്ടത്തിലായിരിക്കും അപ്പോഴും ഞങ്ങൾ കടന്നു പോകുന്നത് അല്ലേ. അതും കൂടെ ഓർക്കണം. അപ്പം ബലഹീനതകൾ ആരും കൺഫസ് ചെയ്യത്തില്ല, അതൊരു വലിയ പ്രശ്നം. പക്ഷേ നമ്മുടെ ഈ ബലഹീനത നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യൊന്നും വേണ്ട. പക്ഷേ ദൈവമുമ്പാകെ വന്ന് നമ്മൾ അതൊന്ന് ഏറ്റു പറയുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 6:2 Psalm 6:2 യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. ദൈവത്തോടൊന്ന് പറയാം, എന്താണ്? ഞാൻ തളർന്നിരിക്കുന്നു. ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ തളർന്നാലും ഞാൻ പറയത്തില്ല. ഈ സങ്കീർത്തനം പറയാൻ ഞാൻ ആരോടാ പറയേണ്ടത്? ദൈവത്തോട് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലായിരുന്നു അല്ലേ. അതുകൊണ്ട് ദൈവത്തോട് പറയുക, ഞാൻ തളർന്നിരിക്കുന്നു, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു. ദൈവത്തോട് പറയുക അല്ലേ. അപ്പോസ്തലന്മാർ, പ്രത്യേകിച്ച് പൗലോസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വ്യക്തിയാണ് പൗലോസ്. തൻ്റെയൊക്കെ ജീവിതത്തിൽ താൻ ഒരിടത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് കടത്തി പറഞ്ഞു കളഞ്ഞു. എന്താണെന്നറിയാം? 2 Corinthians 11:29, 2 Corinthians 11:29, 2 Corinthians 11:29. എന്താണ്? പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. 30-ാം വാക്യം. പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. ആരെങ്കിലും ബലഹീനതയിൽ പ്രശംസിക്കൂ? ഇപ്പം 12ൻ്റെ റിസൾട്ട് വന്നു, നിങ്ങളുടെയൊക്കെ മക്കൾക്ക് A++++, ആരെങ്കിലും B- അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നിങ്ങളുടെ മക്കൾ തോറ്റു പോയിരുന്നെങ്കിൽ അറിഞ്ഞോ, എൻ്റെ മോൻ പൊട്ടി, മോള് തോറ്റു, ഇംഗ്ലീഷിൽ ഫ്ലങ്ഡ് എന്നൊക്കെ പറയും. ആരെങ്കിലും പറയുമോ? ഞങ്ങളുടെ വീട്ടിൽ ഇന്നൊരു സ്തോത്ര പ്രാർത്ഥനയുണ്ട്, എല്ലാവരും വരണേ. എന്താ കാര്യം? മോള് തോറ്റുപോയി. ഇന്ന് വരെ മോളോ മോനോ തോറ്റതിന് സ്തോത്ര പ്രാർത്ഥന വെച്ചിട്ടുണ്ടോ? അല്ലേ. അപ്പം നമ്മൾ ഈ ബലഹീനമായ ഒന്നും നമ്മൾ കൺഫസ് ചെയ്യത്തില്ല, വെളി പറയത്തില്ല, ഡിസ്ക്ലോസ് ചെയ്യത്തുപോലുമില്ല, അല്ലാത്തതൊക്കെ പറയും അല്ലേ. പക്ഷേ അപ്പോസ്തലൻ പറയുക, എന്താ? എനിക്ക് അഥവാ പ്രശംസിക്കണമെങ്കിൽ എന്താണ്? എൻ്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഈ ബലഹീനതയൊക്കെ എന്തിനായി വെളി പറയുന്നത്? അങ്ങനെയൊന്നും പറയരുത്. അതൊക്കെ പറഞ്ഞാൽ അതൊരു റോങ് മെസ്സേജാണ് കൊടുക്കുന്നത്. എൻ്റെ അടുത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെയൊന്നും ഓപ്പണായിട്ട്, എന്നെപ്പറ്റി ഒരു വലിയ ഗുണമുണ്ടല്ലോ, എല്ലാവരും പറയുന്നത് എന്താണ്? ഈ അടുത്തൊന്നും പറയാൻ പറ്റത്തില്ല. എന്താണ്? ഇവളെല്ലാം മൈക്കിൽ കൂടെ വിളിച്ചു പറയും. ഇപ്പം ഞാൻ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് ഒത്തിരി മാറിയിട്ടുണ്ട്. എനിക്ക് ഇനിയും ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ചിലപ്പോഴൊക്കെ കൺട്രോൾ വിട്ടു പോകുന്നുണ്ടായി പറയുന്നത്, ദൈവം ക്ഷമിക്കട്ടെ അല്ലേ. അപ്പം പ്രശംസിക്കണമെങ്കിൽ ബലഹീനതയിൽ പ്രശംസിക്കണം. ഇനി അപ്പോസ്തലനെ പൗലോസിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ബലഹീനത എന്ന് ചോദിച്ചാൽ, ബൈബിളിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ എല്ലാവരുടെ അനുഭവം അതാണ്. ഒരു 5 തരം പ്രധാനപ്പെട്ട ബലഹീനത നമുക്കെല്ലാം ഉണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്നാമത്തെ ബലഹീനത, എൻ്റെ ജഡം ബലഹീനമാണ്. മൈ ഫ്ലഷ് ഇസ് വീക്ക്. ഇത് സമ്മതിക്കണം, ഇത് മനസ്സിലാക്കണം. ഐ ലിവ് ഇൻ എ ഫ്ലഷ് വിച്ച് ഇസ് വീക്ക്. ഞാനൊരു ആത്മാവാണ്, എനിക്കൊരു ദേഹിയുണ്ട്, പക്ഷേ ഞാൻ വസിക്കുന്നതൊരു ശരീരത്തിലാണ്. പക്ഷേ ശരീരവും ദേഹിയും കൂടെ ചേർന്ന് ഒന്നിച്ച് ബൈബിൾ പറയുന്നൊരു പദമാണ് ഫ്ലഷ്, അല്ലെങ്കിൽ ജഡം. ഞാൻ ഈ ജഡത്തിലാണ് ജീവിക്കുന്നത്. ഈ ജഡത്തിൽ ബലഹീനതയുണ്ട്. രണ്ടാമതൊരു ബലഹീനത, മൈ ഫെയ്ത്ത് ഇസ് വീക്ക്. എൻ്റെ വിശ്വാസം വളരെ ക്ഷീണിച്ചിരിക്കുന്നു, ഞാൻ ബലഹീനനാണ് വിശ്വാസത്തിൽ. അത് നമ്മൾ പറയാൻ മടിക്കേണ്ട. അടുത്തത്, മൈ പ്രെയർ ലൈഫ് ഇസ് വീക്ക്. എൻ്റെ പ്രാർത്ഥനാ ജീവിതം വളരെ ശുഷ്കമാണ്, അല്ലെങ്കിൽ ബലഹീനമാണ്.
അടുത്തത് മൈ ബ്രദർലി ലവ് ഈസ് വീക്ക്. എൻ്റെ സ്നേഹം പരസ്പരം എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഇതാണ് പലരുടെയും പ്രശ്നം. അതും നമ്മൾ ദൈവത്തോട് ചിലപ്പം ഏറ്റുപറയേണ്ടി വരും. കർത്താവേ എന്നെ സഹായിക്കണമേ. അടുത്തതാണ് നമ്മളെല്ലാവരും സ്ഥിരം പറയുന്നത് എന്താണ്? മൈ ബോഡി ഈസ് വീക്ക്. എൻ്റെ ശരീരം, അതെല്ലാവരും പറയും. ഇപ്പം രാവിലെ കണ്ടിപ്പോൾ ഇത് ഇറങ്ങിയിട്ട് കൈ കൊടുക്കുമ്പോൾ എന്തിനുണ്ട് വിശേഷം? നടുവിന് വയ്യ, രണ്ട് മുട്ടും അയ്യോ മടങ്ങുന്നില്ല, പിന്നെ അയ്യോ ഇതേ കേൾക്കാനുള്ളൂ. നമുക്ക് എന്നും നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതയെ പറ്റി പറയും. പക്ഷേ ഇന്ന് ശരീരത്തിൻ്റെ ബലഹീനത പറ്റിയല്ല ഇവിടെ പറയുന്നത്, വേറൊരു 4 ബലഹീനത. അല്ല, ആദ്യത്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ഓടിച്ച് നോക്കാം. അപ്പം ജഡം ബലഹീനമാണ് എന്ന് നമ്മളോട് പറഞ്ഞ ആരാന്നറിയാം? ശിഷ്യന്മാരോട് പറഞ്ഞത് യേശു കർത്താവ് തന്നെയാണ്. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യത്തിലേക്ക് വന്ന മാത്യു 26:41, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. അവിടെ യേശു പറയാതെ പ്രത്യേകിച്ച് പത്രോസിനോട് ഓവർ സ്മാർട്ടാവല്ലേ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോണം അല്ലേ? ഇല്ലെങ്കിൽ എന്തു പറ്റും? നീ ഒരു ബലഹീന ജഡം നിനക്കുണ്ട്, ആത്മാവ് ഒരുക്കമുള്ളതാണ്. നിൻ്റെ കൂടെ ഞാൻ ചാവാനും തയ്യാറെന്നൊക്കെ പറഞ്ഞാൽ ആ ഒരുക്കം നിൻ്റെ ആത്മാവിനുണ്ട്. പക്ഷേ നീ വീട് പോകും, നീ എന്നെ തള്ളിപ്പറഞ്ഞ് ജീവനം കൊണ്ട് ഓടും എന്നുള്ളത് ഞാൻ കാണുന്നു. അവിടെ ഒരു കാര്യം ചെയ്യ്, ഓവർ സ്മാർട്ടാവാതെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പലപ്പോഴും നമ്മൾ നല്ല തീരുമാനമൊക്കെ എടുക്കും, പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മളങ്ങ് വീഴും. എന്നിട്ട് നമ്മൾ പറഞ്ഞൊരു ന്യായമായിട്ട് മനുഷ്യരല്ലേ ബ്രദറേ അല്ലേ? ഉടൻ നമ്മൾ ഒന്നങ്ങ് പറയും നമ്മൾ മനുഷ്യരാണ്, നമ്മൾ മനുഷ്യരാണ്, ബലഹീനതയൊക്കെ കൂടെ ഉള്ളതാണെന്ന് പറയും. ഇനി പത്രോസിനെ അങ്ങ് വിടാം, നമുക്ക് പൗലോസിനെ പിടിക്കാം. പൗലോസ് ഒരിക്കൽ പറഞ്ഞത് റോമാലേഖനം 7-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇതെല്ലാം നമ്മുടെ അനുഭവം തന്നെയാണ്. റോമർ 7:15. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. അപ്പം നിങ്ങൾ എന്തിക്കും? ഞാൻ കൊടുക്കുന്നത് ഇടം കൈ വലം കൈ അറിയാതെ, അങ്ങനെയുള്ള പ്രവൃത്തി അല്ല കേട്ടോ. അടുത്തത് ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. അപ്പം എന്തുവാ പ്രവർത്തിച്ചത്? ഞാൻ ഒരിക്കലും ഇച്ഛിച്ചതല്ല. അയ്യോ, ഞാൻ പകയ്ക്കുന്ന കാര്യം, സംതിങ് വിച്ച് ഐ ഹേറ്റ്, ദ വെരി തിങ് ഐ ഡിഡ്. അയ്യോ, ഞാനിന്ന് കാണുമ്പം സത്യം പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് വന്നു ബ്രദറെ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. പക്ഷെ കണ്ടപ്പോൾ അറിയാതെ തിരിഞ്ഞ് നടന്നങ്ങ് പോയി. അങ്ങനെ അനുഭവമുള്ളവരെന്ന് കൈപോക്കിക്കേ. ഇന്ന് ഞാൻ കാണുമ്പോൾ അങ്ങോട്ട് ചെന്ന് മിണ്ടും എന്ന് തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ച് ആണ് വന്നത്. പക്ഷേ പടി കയറി വന്നപ്പം നേരെ വരുന്നത് ഞാൻ ഇങ്ങോട്ടങ്ങ് ബാത്റൂമിലോട്ടങ്ങ് പോയി. ഇവിടെ വന്നിരുന്നപ്പോഴാണ് അയ്യോ ഞാൻ എന്തോ തീരുമാനിച്ചുകൊണ്ട് വന്നത്, ഞാൻ ഇച്ഛിച്ചുകൊണ്ട് വന്നത് എന്തുവാ. ഞാൻ ഇടയ്ക്ക് തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ചിലർ പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് എനിക്കതങ്ങ് വന്നു പോവും. അപ്പോൾ എനിക്കതിനകത്തൊരു കുറ്റം തോന്നുന്നു. അയ്യോ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ആ തിരുവനന്തപുരം ഭാഷയൊക്കെ പറയുമ്പോഴാണ്. കാരണം യേശു അരാമ്യ ഭാഷയാണ് പറഞ്ഞത്, ലോക്കൽ ലാംഗ്വേജ് ആയിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഒരു ട്രിവാൻഡ്രം വെർഷൻ ബൈബിൾ എന്ന് എഴുതിയാൽ കൊള്ളായിരുന്നു. അത് കുറച്ച് കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയേ, നമ്മൾ ഇച്ഛിച്ചുകൊണ്ട് വന്നതൊന്ന്, പക്ഷെ പ്രവർത്തിച്ചപ്പം ദ വെരി തിങ് വിച്ച് ഐ ഹേറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ മാറിപ്പോകണമെന്ന് വിചാരിച്ചില്ല, അങ്ങനെ ഒരിക്കലും മുഖം മറയ്ക്കണമെന്ന് വിചാരിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഖം കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഞാൻ ഇച്ഛിച്ചുകൊണ്ട് വന്നത് ചിരിച്ചുകൊണ്ട് ചെല്ലുമെന്നാണ്. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടാത്ത പകയ്ക്കുന്ന കാര്യം ഞാൻ ചെയ്തു. എൻ്റെ 19-ാം വാക്യം, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. എടാ മലയാളത്തിൽ പറയടേ, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കല്ലേ. ആ പഴഞ്ചൊല്ല് അന്നില്ലായിരുന്നു, അതുകൊണ്ട് അവിടെ എഴുതാത്തത്. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ കേട്ടോ, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് ചെയ്യുവാൻ ഇച്ഛിച്ചുകൊണ്ട് വന്ന നന്മയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്തു പറ്റി? അത് പ്രവർത്തിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇല്ല എന്നല്ലേ ഉള്ളൂ. എന്ത് ചെയ്തു? ഇച്ഛിക്കാത്ത തിന്മ അങ്ങ് പ്രവർത്തിക്കുകയും ചെയ്തു. കണ്ടോ എന്ത് ഗൗരവമുള്ള കാര്യമാണ് പൗലോസ് പറയുന്നത്. ഐ വാണ്ടഡ് ടു ഡു ഗുഡ് ബട്ട് ഐ എൻഡ് അപ്പ് ഡൂയിങ് ഈവിൾ, അല്ലെങ്കിൽ സംതിങ് വിച്ച് ഐ ഹേറ്റ് ഐ കീപ് ഡൂയിങ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് വിടുകയല്ല, അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത വാക്യം 20-ാം വാക്യം, ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം. ഇപ്പോഴാണ് ആശ്വാസമായത്. ഞാനല്ല കേട്ടോ,
ഞാനങ്ങനെ ചെയ്യുമോ? ഞാനല്ല, എന്നെ അറിഞ്ഞൂടെ? ഞാൻ അയ്യോ കൊള്ളാം, എൻ്റെ ഉള്ളിലൊരു പാർട്ടി ഉണ്ട് കേട്ടാ പാഷറെ. ആരാണത്? അതാരാ? പാപം. പുള്ളിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഒരുത്തനെ എടുത്ത് ദേഷ്യം വന്നപ്പം കത്തിയെടുത്ത് കുത്തി അങ്ങ് കൊന്നു. പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോയപ്പം എൻ്റെ ഉള്ളിലൊരു കൊലപാതകത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു, അതാണ് കൊന്നത്. അതുകൊണ്ട് അതിനെ പോയി പിടിയെന്ന് പറയാൻ പറ്റും പോലീസിൻ്റെ അടുത്ത്? നമ്മളൊക്കെ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ഞാനല്ല, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പാപം. ഇത് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുക. വേണേ ചെന്ന് പാപത്തിനെ അറസ്റ്റ് ചെയ്തോ, എന്നെ പിടിക്കണ്ട, അല്ലേ? അപ്പം പൗലോസ് ഇത് പറഞ്ഞിട്ടങ്ങ് വിടുകയല്ല, ആ പ്രശ്നത്തിൻ്റെ കാരണം എന്തെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ദർ ഇസ് എ പ്രിൻസിപ്പിൾ, ഒരു സിൻ പ്രിൻസിപ്പിൾ ഈസ് സ്റ്റിൽ റെസിഡൻ്റ് ഇൻ മീ. എൻ്റെ ഉള്ളിലൊരു പാപത്തിൻ്റെ പ്രമാണം ഉണ്ട്. ആ പാപത്തിൻ്റെ പ്രമാണം വേദോസ്ത ഭാഷയെ പറഞ്ഞ് ഇറാഡിക്കേറ്റ് ചെയ്തില്ല, അല്ലേ? കർത്താവ് എന്നെ രക്ഷിച്ചു, ശരിയാ. പക്ഷേ രക്ഷിച്ചപ്പം 6-ാം അധ്യായം 21-ാം വാക്യം റോമാലേഖനത്തിൽ തന്നെ ഉള്ളതുപോലെ എന്നെ എന്തിൽ നിന്നാണ് രക്ഷിച്ചത്? പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിച്ചു, ശരിയല്ലേ? അല്ലേ? പാപത്തിൻ്റെ ശമ്പളം മരണം. ആ മരണശിക്ഷയിൽ നിന്ന് എന്നെ കർത്താവ് രക്ഷിച്ചു. പക്ഷെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് എന്നെ ഇതുവരെയും രക്ഷിച്ചിട്ടില്ല, രക്ഷിച്ചുകൊണ്ടിരിക്കുന്നേ. ഐ എം ബീയിങ് സേവ്ഡ് ഫ്രം ദ പവർ ഓഫ് സിൻ. ഇത് ഓർക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇന്ന് ഈ ജഡത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. നമ്മൾ ആത്മീയരാണ്, കാര്യമൊക്കെ ശരി. പക്ഷേ ഒരു പാപ ജഡത്തിലാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. ഈ ജഡത്തിൽ ജീവിക്കുമ്പം ഇങ്ങനെ ഇച്ഛിക്കാത്ത തിന്മ ചിലപ്പം ചെയ്തെന്നിരിക്കും, ഇച്ഛിക്കുന്ന നന്മയോട്ട് ചെയ്തില്ല എന്നും ഇരിക്കും. അപ്പം കുറ്റപ്പെടുത്തി ഇങ്ങനെ നെഞ്ചത്തടിച്ചുകൊണ്ടിരിക്കുകയോ പാപമാണെന്നും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യരുത്. അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു, പക്ഷേ പാപത്തിൻ്റെ ആ ശക്തി ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അതാണ് ആ പാപം ഇല്ല എന്ന് പറയരുത്. 1 യോഹന്നാൻ 1:8 യോഹന്നാൻ അപ്പോസ്തലൻ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 1:8 നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. പാപം ഇല്ല എന്ന് പറയരുത്, അതുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. അപ്പം ഇവിടെ ഓർക്കണം, ഈ 7-ാം അധ്യായത്തിൽ തന്നെ റോമാലേഖനത്തിലേക്ക് വരുമ്പം അവിടെ അവസാനം ഈ അപ്പോസ്തലൻ അങ്ങ് നിലവിളിക്കാൻ തുടങ്ങി 23-24. എന്താണ്? എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ കാണുന്നു, അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളഞ്ഞു. കേട്ടോ, പൗലോസ് പറയാ, എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ഈ അവയവങ്ങളിൽ ഒരു പ്രമാണമുണ്ട്. എന്താണ് പ്രമാണം? പാപത്തിൻ്റെ പ്രമാണം. അടുത്തത് എന്താണ്? അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. കണ്ടോ, ഞാൻ ഈ ഒരു പ്രമാണം, അതായത് ഒരു സോഫ്റ്റ്വെയർ എൻ്റെ ഉള്ളിലുണ്ട്, അത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക. അത് ഞാൻ ജനിച്ചിട്ട് പ്രോഗ്രാം ചെയ്ത് കിട്ടിയതല്ല, ജന്മനാ ഞാൻ വന്നപ്പോഴേ ആ സോഫ്റ്റ്വെയറും കൊണ്ടാണ് വന്നത്. എന്തായിരുന്നത്? പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അതിൻ്റെ അർത്ഥം നമ്മളിത് ഇൻഹെറിറ്റ് ചെയ്ത് കൊണ്ടുവന്നാണ്. എന്താണ്? ഒരു പാപപ്രകൃതം എനിക്കുണ്ട്, അല്ലേ? അല്ല, ഞാൻ പാപം ചെയ്തിട്ടല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളാരും പാപം ചെയ്ത് പാപികളാകുകയല്ല, പാപികളായതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. അത് ഓർത്തോണം, നല്ലോണം ഓർത്തോണം. നമ്മളാരും പാപം ചെയ്ത് പാപിയായതല്ല, പാപി ആയതുകൊണ്ട് പാപം ചെയ്യുന്നതാണ്. പക്ഷേ അങ്ങനെ വന്നപ്പം എന്തു പറ്റി? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആര് വിടുവിക്കുമെന്ന് പറഞ്ഞ് ഇദ്ദേഹം കരയാൻ തുടങ്ങി. അപ്പോഴാണ് ഉത്തരം 25-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ശരി, അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, 2 പ്രമാണമുണ്ട്. നിങ്ങൾ വിചാരിക്കും ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വിശന്നിരിക്കുമ്പോൾ ഇയാൾ 2 പ്രമാണം, വല്ല വീടിൻ്റെ പ്രമാണമോ നിലത്തിൻ്റെ പ്രമാണമോ ആണെങ്കിൽ മനസ്സിലാവും. ഇതിപ്പം ഉച്ച സമയത്ത് വന്ന് പുള്ളി 2 പ്രമാണവും കൊണ്ടുവന്നിരിക്കുന്നു. ഇതൊക്കെ സത്യമാണ് പ്രിയപ്പെട്ടവർ. 2 പ്രമാണം, ലോ എന്നാണ് അവിടെ കാണുന്നത്. എന്താണ് ആ ലോ? 1 ദൈവത്തിൻ്റെ പ്രമാണം, 2 പാപത്തിൻ്റെ പ്രമാണം. ഈ 2 പ്രമാണവും അകത്തുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അടുത്തത് ഇനി കുറച്ചുകൂടെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. കണ്ടോ, ദൈവത്തിൻ്റെ പ്രമാണം എന്ന് പറയുമ്പോൾ അതൊന്നാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം. ആമേൻ. ഇത് പറയാതെ പോയാൽ ഇത് ഇൻകംപ്ലീറ്റ് ആയി പ്രസംഗം. നേരത്തെ പറഞ്ഞ ദൈവത്തിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. അങ്ങനെ ഒരു പ്രമാണമുണ്ട്. അതെനിക്ക് മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇനി അതിൻ്റെ 8-ാം വാക്യം.
ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ഈ ആത്മാവിൻ്റെ ജീവൻ്റെ പ്രമാണം എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലുണ്ടാവണം. എന്നിട്ട് ആ പ്രമാണം അനുസരിച്ച് വേണം ഞാൻ ജീവിക്കാൻ. അവിടെയാണ് ദൈവം നമുക്ക് അതിനുള്ളൊരു ഒരു ഒരു എന്താ പറയുക മെക്കാനിസം കൂടെ ദൈവം തന്നിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ വരുന്നത്. റോമാലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. റോമൻ 6:14. റോമർ 6:14. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, അതായത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ നിയമത്തിന് അല്ല, അടുത്തത് കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. കണ്ടോ? രക്ഷിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ടും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു എന്നുള്ളതുകൊണ്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ വരുന്നു, ഇങ്ങനൊരു സഭയിലാണ് ഇപ്പം വരുന്നത്, അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ടും എല്ലാ ഞായറാഴ്ചയും വരുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ ആത്മാവിൽ നിറഞ്ഞു. ശരിക്കും ആത്മാവിൽ നിന്ന് നിങ്ങൾ ഒരു അന്യഭാഷകളിൽ കുറച്ച് കൂടുതൽ പറയുന്നെന്നിരിക്കട്ടെ, ഇതൊക്കെ നിങ്ങൾ പറയുമ്പോഴും ഈ പാപത്തിൻ്റെ ഒരു പ്രമാണം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ആ പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് നമുക്കൊരു ജയജീവിതം നയിക്കണമെങ്കിൽ അവിടെയാണ് ഒരു ജീവൻ്റെ പ്രമാണം, ഒരു ദൈവത്തിൻ്റെ പ്രമാണം, ഒരു ആത്മാവിൻ്റെ പ്രമാണവും കൂടെ തന്നിട്ടുണ്ട്. അതിന് പറയുന്ന ഒരു പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത് 6:14. എന്താണ്? നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്രേ. കൃപ എന്നുള്ള വാക്ക് ഞാൻ ചിലപ്പോൾ ചിന്തിക്കുക, ആ കൃപ എന്നുള്ള വാക്ക് എത്ര മനോഹരമാണ്. ആ പദം കേൾക്കുന്നത് തന്നെ ആനന്ദമാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ പാസ്റ്റർമാർക്ക് ഈ കൃപ പറയാൻ ഇച്ചിരി പേടിയാണ്. എന്താണെന്നറിയാമോ? ഈ കൃപയെ വലിച്ച് നീട്ടി കൊണ്ടുപോയി വേറൊരു കൃപയാക്കി. ഇപ്പം മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ മറ്റൊരു കൃപയുണ്ട്. അതാണ് വലിയ പ്രശ്നം, അല്ലേ? അതിലേക്ക് ഞാൻ 2 വാക്കൊന്ന് വരാം. ഈ കൃപ ഞാൻ ചിലപ്പോൾ നമ്മുടെ ഒരു പഴയ പാട്ടാണ്. നിങ്ങൾ ഈ പഴയ പാട്ടൊക്കെ കുറച്ചുകൂടെ എടുത്ത് പാടണമെന്നേ. ഏതൊക്കെയാണെന്നറിയുമോ? കൃപ കൃപ ഒന്നൻ, അടുത്തത് കൃപ കൃപ ഒന്നൻ, ആനന്ദമായി. എൻ്റെ ആനന്ദമാണ് കൃപ. എൻ്റെ തുടക്കം കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ കൃപ എന്ത് നല്ല ആശ്വാസം, ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, പക്ഷേ കൃപയാൽ. ഞാൻ ചിന്തിക്കും, അതെഴുതിയ ദൈവദാസന് എന്തുമാത്രം ആ കൃപ ആസ്വദിച്ചിട്ടുള്ള മനുഷ്യനായിരിക്കും, ആ കൃപ അനുഭവമാക്കിയിട്ടുള്ള മനുഷ്യനാണ്. അങ്ങനെ ഒരു മനുഷ്യന് മാത്രമേ അങ്ങനൊരു പാട്ട് എഴുതാൻ പറ്റൂ. ഇന്ന് നമ്മുടെ ഈ പാട്ടുകളൊക്കെ ഒരുമാതിരി പ്രേമഗീതങ്ങളല്ലേ, എല്ലാം ലവ് സോങ്സാണ്. അത് കൊള്ളാം, പക്ഷേ പുതിയ പാട്ടുകളിൽ ഈ തിയോളജിയുടെ കണ്ടൻറ്റ് വളരെ കുറയുന്നു പ്രിയപ്പെട്ടവരെ. അതിന് കാരണം ഇത്രയേ ഉള്ളൂ, അനുഭവത്തിൽ നിന്നല്ല ഈ പാട്ട് എഴുതുന്നത്. ഒരു ഡയറി എടുത്ത് വെച്ചൊരു പേന എടുത്ത് വെച്ച് ചിലപ്പോൾ കീബോർഡ് എടുത്ത് വെച്ചിട്ടാണ് പാട്ട് എഴുതുന്നത്. പിന്നെന്ത് ചെയ്യും? ഒരു ഓളത്തിനങ്ങ് പാട്ട് എഴുതി പോവും. പക്ഷേ ഭക്തന്മാർ അനുഭവത്തിൽ നിന്ന്, ദൈവവചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് എഴുതിയ പാട്ടുകളുണ്ട്. കൃപ മനോഹരമാണ്. കൃപയാണ് എൻ്റെ ആശ്രയം. ദുരിതങ്ങളും വരും, എതിരുകളും വൈരികളും ഒക്കെ വരും, അവിടെയെല്ലാം കൃപ മതി എന്നാളും. കണ്ടോ? ഭക്തന്മാർക്ക് കൃപ മതിയായിരുന്നു. ശരി, ആ കൃപ പാട്ട് മാറ്റിയേ കൃപ. ശരി, അപ്പം ആ കൃപ ഇനി ഒരു കാര്യം ഞാൻ ചിന്തിക്കുക. ഞാനിപ്പോൾ രാവിലെ ഇപ്പം ലൈഫ് ഫെലോഷിപ്പിൽ പറഞ്ഞൊരു വാക്ക്, 2000-ൽ എനിക്കിവിടെ ഓർമ്മയുണ്ട്, ഈ ചർച്ച് 1996-ലാണ് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ചർച്ച് തുടങ്ങിയിട്ട് 27 വർഷമായി. അപ്പം ആദ്യകാലങ്ങളിൽ ചൊവ്വാഴ്ച പോയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വെച്ചൊരു മെൻസ് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. പ്രായമുള്ള കുറേ അങ്കിളുമാരാണ് വരുന്നത്. അവരൊക്കെ ഒന്ന് കാറൊക്കെ ഓടിച്ച് വരും, ബൈക്കിൽ വരുന്നവരുണ്ട്. പക്ഷെ അവരാരും ഇന്നില്ല. ഞാനെന്ന് അവരുടെയൊക്കെ പേര് പറയാതെ, അവരാരും ഇന്ന് ഭൂമിയിലില്ല. അവരൊക്കെ കർത്താന സന്നിധി പോയി. അപ്പം ഈ ചൊവ്വാഴ്ച ഈ മെൻസ് ഫെലോഷിപ്പ് ഇവരെല്ലാം വന്നപ്പം അന്ന് വൈകിട്ടൊരു ഡിബേറ്റ്. ഈ മെൻ വരുന്നിടത്ത് ചില ഡിബേറ്റ് കാണുമല്ലോ. അതിലെന്താണ്? കൃപ ഒരു കൂട്ടർ, ഒരു ടീം കൃപ, ഇപ്പുറത്ത് ഒരു കൂട്ടർ ടീം ലോ, എന്താണ്? പ്രമാണം അല്ലെങ്കിൽ നിയമം. രണ്ടുപേരും കൂടെ അങ്ങോട്ട് വാദിക്കാൻ തുടങ്ങി. ആര് ജയിക്കും, എത്ര പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. അന്ന് വൈകിട്ട് ഞങ്ങളുടെ കൂടെ ബ്രദർ സാജു മാത്യു താമസിക്കുന്നുണ്ട്. കാരണം എൻ്റെ അടുത്ത ദിവസം ഒരു അവധി ദിവസമാണ്. അന്ന് ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ മീറ്റിങ്ങിന് വേണ്ടി സാജു വന്നിരിക്കുക. തലേന്ന് നേരത്തെ വന്ന് പുള്ളി ബസ് ഇറങ്ങി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കുക. അപ്പോൾ പുള്ളി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കുടുംബമൊക്കെ ഇട്ട് വന്ന് ഞാൻ പറഞ്ഞു, സാജുവേ ഞങ്ങളുടെ ഒരു മെൻസ് ഫെലോഷിപ്പ് ഉണ്ട്, വേണേ വാ കൂടാം. അപ്പം പുള്ളി ഞാനിങ്ങനെ റെഫർ ആയിട്ടിരിക്കുകയാണ്. ഇവർ 2 കൂട്ടരും കൃപയും നിയമവും വെച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുക. അവസാനം എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ അന്ന് ഉണ്ടായിരുന്നൊരു പ്രായമുള്ളൊരു അങ്കിളുണ്ടായിരുന്നു, പി ഒ വർഗീസ് അങ്കിൾ. അദ്ദേഹം ഒരു കഥ പറഞ്ഞു.
ഈ കൃപയെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. പണ്ട് അമേരിക്കയിൽ ഒരു വലിയ പാലം പണിഞ്ഞപ്പം, ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജാണെന്ന് തോന്നുന്നു, അത് പണിഞ്ഞപ്പം ആ പണിക്കാർ ഒത്തിരി പേര് കൈതെറ്റി താഴെ വീണ് വഴുതി വീണ് വെള്ളത്തിൽ വീണ് അപ്പോഴേ പോവും. അവിടുത്തെ അമേരിക്കയിലെ ലേക്സ് അറിയാമല്ലോ, കടലുമല്ല, കിട്ടത്തില്ല, പിന്നെ പൊടി പോലും കിട്ടത്തില്ല. ഇങ്ങനെ ഒത്തിരി പേര് മരിക്കാൻ തുടങ്ങി, വർക്കേഴ്സ്. അപ്പോൾ ഈ ഒരു പുതിയ എഞ്ചിനീയർ ഒന്ന് ചാർജ് എടുത്തപ്പോൾ അയാൾക്ക് ഭയങ്കര സങ്കടം, എന്താ ഇങ്ങനെ ആൾക്കാർ മരിക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ളൊരു അതിപ്പോൾ അവർക്കൊക്കെ കോമ്പൻസേഷനൊക്കെ കൊടുക്കും കുടുംബത്തിന്, നമ്മൾ നോക്കണ്ട, പോട്ടെ, പണി നടക്കട്ടെ. ഇദ്ദേഹത്തിന് അതങ്ങോട്ട് ശരിയാകത്തില്ല. ഇല്ല, ഇത്ര പേര് മരിക്കേണ്ട ആവശ്യമില്ല, നമ്മളിവരെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം. എന്ത് മാർഗമാണ്? അവസാനം ഇയാളൊരു ക്രിസ്ത്യാനിയായിരുന്നു, ഇയാൾ പ്രാർത്ഥിച്ച് ഇയാൾക്കൊരു ആശയം കിട്ടി. ഇയാൾ ഒന്ന് ഗവൺമെൻറ്റിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഈ പണി നടക്കുന്നതിൻ്റെ അടിയിൽ കൂടെ അങ്ങറ്റം വരെ ഒരു സേഫ്റ്റി നെറ്റ് കെട്ടാം, ഒരു വല നമുക്ക് കെട്ടാം. കെട്ടിക്കൊള്ളാം. കെട്ടിക്കഴിഞ്ഞ ശേഷം ഒരാൾ പോലും പിന്നെ വീണ് ചത്തിട്ടില്ല. കാര്യം എന്താ? അപകടം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്, പലരും വീണിട്ടുണ്ട്. പക്ഷേ വീഴുമ്പോൾ എങ്ങോട്ടാണ് വീഴുന്നത്? നെറ്റിലോട്ടാണ് വീഴുന്നത്. ഭാഗ്യം, താഴോട്ട് പോയില്ല. എങ്ങനെയെങ്കിലും അവനെ പൊക്കിയെടുത്ത് അവനെ രക്ഷിക്കാം. ഇതുപോലെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്നൊരു സേഫ്റ്റി നെറ്റാണ് ഈ കൃപ എന്ന് പറയുന്നത്. എത്ര പേര് അതിനോട് യോജിക്കും? പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ചിലർ വീണ് ഈ നെറ്റിലോട്ട് വീണാൽ പിന്നെ, നിങ്ങൾ ട്രാമ്പലിൻ എന്നൊരു സാധനം കണ്ടിട്ടുണ്ടോ? അതിന് ജമ്പറെന്നും പറയും. ഞങ്ങളുടെ വീട്ടിലൊന്നുണ്ട് കേട്ടോ. കാര്യം ഈ എക്സസൈസ് ചെയ്യത്തില്ല ഇവൻ. ഒന്ന് രാവിലെ ഉണ്ട് ചാട്ടമെങ്കിലും ചാടെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മേടിച്ച് തന്നിട്ട് പോയതാണ്. പക്ഷേ അയാളുടെ സ്മരണയ്ക്കായിട്ട് അവിടെ ഇരിപ്പുണ്ട് ഞങ്ങളുടെ ബാൽക്കണിയിൽ. അല്ല, അതിനകത്ത് ഇപ്പോഴും ഞങ്ങൾ തുണിയൊക്കെ വിരിച്ച് അതിനകത്ത് ഇടും. അത്ര കാരണം പലയിടത്തും ഈ ട്രെഡ്മിൽ എന്തിനാ തോർത്തൊക്കെ വിരിച്ചിടാനും ഒക്കെയാണ്. അതുപോലെ ആ സാധനമുണ്ട്. അതിലൂടെ നമ്മളൊന്ന് കയറി നിന്നിട്ട് ഇങ്ങനെ ഒന്ന് പൊങ്ങിയാൽ മതി, അങ്ങ് പൊങ്ങി ചാടും. ഇതുപോലെ ഈ സേഫ്റ്റിനെ കിടന്ന് അയ്യോ, ഒത്തിരി പേര് ഈ ചെന്ന് അതിലോട്ട് വീണ് കിടന്ന് അങ്ങ് ചാടി മറിഞ്ഞ് അങ്ങ് അർമാദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കൃപയെ കിടന്ന്. അതല്ല കൃപ. വേദപുസ്തകം പറയുന്ന കൃപ അതല്ല. ദൈവത്തിൻ്റെ കരുണയാണ് എന്നോട് കൃപ കാണിക്കുന്നത്, അല്ലേ? അത് ശരിയാ. പക്ഷേ ആ കൃപയെ നമ്മളൊരു ലൈസൻസ് ആക്കരുത്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയോ ഒരു നാളുമല്ല എന്നാണ് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്. എന്നിട്ട് തീത്തോസിലേക്ക് വരുമ്പം ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 11, 12, 13. തീത്തോസ് 2-ാം അധ്യായം 11, 12, 13. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഏത് കൃപ എന്ത് ചെയ്യും? ശിക്ഷിച്ച്. നമ്മൾ വിചാരിച്ച് കൃപ നമ്മളെ ഇങ്ങനെ, അയ്യോ നമ്മൾ പാപം ചെയ്ത് വീഴുന്നത് പോലും കൃപയുടെ മെത്തപ്പുറത്തോട്ടാണ് വീഴുന്നത്. ഈ കൃപ എന്നെ ഇങ്ങനെ പാമ്പർ ചെയ്യുന്നൊരു സാധനമാണ്. ഇതാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. അല്ല, ഈ കൃപ എന്നെ എന്ത് ചെയ്യും? ശിക്ഷിച്ചു വളർത്തും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദിസ് ഗ്രേസ് വിൽ ഡിസിപ്ലിൻ മീ. ഇന്ന് അങ്ങനെ ഒരു ചിന്ത ക്രിസ്ത്യാനിക്ക് കിട്ടിയിട്ടില്ല, പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് ഒട്ടും കിട്ടിയിട്ടില്ല. ഈ അവിശ്വാസികൾക്ക് അല്പം കൂടെ ഭയമുണ്ട്. പക്ഷേ ഇന്ന് പാപം ചെയ്യാൻ ഒരു മടിയുമില്ലാത്തൊരു കാലത്താണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ശരിക്കും ദൈവകൃപ നമ്മൾ പ്രാപിച്ചവരാണെങ്കിൽ ആ കൃപ നമ്മളെ എന്ത് ചെയ്യും? നീതിയോടും സുബോധത്തോടും ദൈവഭക്തിയോടും ജീവിച്ചു പോരേണ്ടതിന്, അല്ലേ? അവിടെ എന്നെ സഹായിക്കാൻ വേണ്ടി ഈ കൃപ എന്നെ എന്ത് ചെയ്യും? എന്നെ ഒന്ന് ഡിസിപ്ലിൻ ചെയ്ത് മുന്നോട്ട് നടത്തും. ഈ ഡിസിപ്ലിനിങ് എന്നുള്ള വാക്ക് പ്രത്യേകിച്ച് ഒരു അപ്പൻ മക്കളോട് ചെയ്യുന്നൊരു കാര്യമാണ്. ശരിയല്ലേ? വേദപുസ്തകത്തിൽ എത്രയോ എടുത്തുണ്ട്. ഇബ്രാഹിം എടുത്തു പറഞ്ഞിട്ടുണ്ട്, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അവനങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ്? നന്മയ്ക്ക് വേണ്ടിയാണ്. നീ നന്നാവണമെന്ന് വിചാരിച്ചിട്ടാ, അല്ലേ? ഒരു സ്നേഹമുള്ള അപ്പൻ തീർച്ചയായിട്ടും മകനെ എന്ത് ചെയ്യും? ശിക്ഷിക്കും. ഒരപ്പൻ ഒരിക്കലും മകനെ ശിക്ഷിക്കാതെ ഇങ്ങനെ അവനെ പാമ്പർ ചെയ്യുന്നെങ്കിൽ അയാൾ ശരിക്കുള്ള അപ്പനല്ല, അല്ലെങ്കിൽ ആ മകനോട് സ്നേഹമില്ല, അവനെ നശിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞത്. നമ്മുടെ ദൈവം നമ്മളെ നശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അവൻ നമ്മളെ ശിക്ഷിക്കും. ആ ശിക്ഷണം നൽകുന്നതിനെയാണ് പറയുന്നത് കൃപ. നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ കൃപയെപ്പറ്റി? We have always thought about grace as something which pampers us. No, it disciplines us. എം ഇ ചെറിയൻ സാർ എഴുതിയ നല്ല പാട്ടുകളുണ്ടല്ലോ, അല്ലേ? അദ്ദേഹം എഴുതിയ, സത്യം പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൽ അദ്ദേഹം എഴുതിയ പോലത്തെ മനോഹരമായ പാട്ട് ഒത്തിരി പേര് എഴുതിയിട്ടുണ്ടെന്ന് സംശയമുണ്ട്. അദ്ദേഹം എഴുതിയ ആദ്യത്തെ പാട്ട് നമുക്കറിയാമല്ലോ, തിരുക്കരങ്ങൾ
തരുന്ന നല്ല ശിക്ഷയിൽ ഞാൻ പതറുകയില്ല. മക്കളെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ്റെ പ്രകാശനങ്ങൾ. അപ്പം മക്കളാണെങ്കിൽ ശാസന എന്തിൻ്റെ പ്രകാശനങ്ങളാ? സ്നേഹത്തിൻ്റെ പ്രകാശനങ്ങളാണ്. അദ്ദേഹം തന്നെ എഴുതിയാണ് മറ്റൊരു പാട്ട്. ഏതാണ്? ബാലശിക്ഷ നൽകും എൻ്റെ അപ്പനെങ്കിലും ചേലഴും തൻ സ്നേഹം കുറഞ്ഞുപോയിട. ബാലശിക്ഷ ആര് നൽകും? അപ്പൻ. അപ്പം ബാലശിക്ഷയൊക്കെ എനിക്ക് എൻ്റെ അപ്പൻ നൽകും. പക്ഷേ നന്മയെ തൻകരം നൽകുമെന്നീശനിൽ എൻ മനം വിശ്രമം നേടിയിടും. അതുകൊണ്ടൊന്നും എനിക്ക് ഒരു ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനും ഡിപ്രഷനും ഒന്നുമില്ല. ഐ വിൽ ഫൈൻഡ് റെസ്റ്റ്. കാര്യം എന്നെ സ്നേഹിക്കുന്നൊരു അപ്പനുള്ളതുകൊണ്ട് അപ്പൻ എൻ്റെ നന്മയ്ക്കായിട്ട് എന്നെ എന്ത് ചെയ്യും? ശിക്ഷിക്കും. അല്ലേ? അങ്ങനെ ഒരു അപ്പൻ നമുക്കുള്ളതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. അപ്പം ഇവിടെ നോക്കണേ, ആ ദൈവകൃപ എന്നെ ശിക്ഷിച്ചു വളർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ജഡത്തിൽ ബലഹീനത വരും, ശരിയാണ്. ബലഹീനതയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. പക്ഷെ അവിടെയെല്ലാം ആ ബലഹീനതയെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കാരണമോ ലൈസൻസോ ആക്കിക്കൊണ്ട് നമ്മളതിൽ തുടരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? ഓടി വന്ന് ഈ പറഞ്ഞ പോലെ അവൻ്റെ സന്നിധിയിലേക്ക് വന്നേക്കണം. അവൻ്റെ സന്നിധിയിലേക്ക് വരുമ്പം അവിടെ ഓർക്കണം, അവിടെ ആ ഇരിക്കുന്ന ആൾ എവിടെ ഇരിക്കുന്നതെന്നറിയാമോ? ഹീ ഈസ് സിറ്റിംഗ് ഇൻ ദ ത്രോൺ ഓഫ് ഗ്രേസ്. കൃപാസനത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് ഓടി വരേണ്ടത്? ഓടി വന്നേക്കണം. പിള്ളേർ ഓടിച്ചെന്ന് ഓടരുത് അങ്ങോട്ട് പോരുതെന്നൊക്കെ പറയും. കൈ വിട്ടേച്ച് പിള്ളേർ ഓടും. ഓടിച്ചെന്ന് തെറ്റിയടിച്ച് വീഴും, മുറിയും. ഓടം പിള്ളേർ എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് എങ്ങോട്ടാ? ഇതുപോലാണ് പ്രിയപ്പെട്ടവരെ. നീതിമാൻ വീഴും. എത്ര വട്ടം? 7 പ്രാവശ്യം വീണാലും. ഡോണ്ട് ഗിവ് അപ്പ് ബട്ട് ഗെറ്റ് അപ്പ്. അല്ലേ? ഗിവ് അപ്പ് ചെയ്യല്ല വേണ്ടത്, ഗെറ്റ് അപ്പ്. എഴുന്നേറ്റ് വീണ്ടും ആ കർത്താവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന്, കർത്താവേ കരുണ ചെയ്യണമേ, കർത്താവെ ഞാൻ വീണുപോയപ്പാ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കരുണ ചെയ്ത് കർത്താവ് എനിക്ക് കൃപ തന്ന് ഇനിയും കർത്താവെ വീഴാതിരിക്കുവാൻ കർത്താവെ നീ എന്നെ നിർത്തിക്കൊള്ളണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് അവൻ്റെ സന്നിധിയിൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. യൂദായുടെ ലേഖനം അവസാനത്തെ 2 വാക്യം ഒന്ന് വായിച്ചേ. ആരോ പറഞ്ഞ് യൂദ പോയി തൂങ്ങിച്ചാവുന്നതിന് മുമ്പ് ഒരു ലേഖനം എഴുതി വെച്ചിട്ടാണ് ചത്തതെന്ന്. ഇതാ യൂദ അല്ല കേട്ടോ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. എൻ്റെ അർത്ഥം മനസ്സിലായി പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ ആ തൊട്ടുമ്പലത്തെ വാക്യം, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരെ. അതിൻ്റെ അർത്ഥം ഞാൻ എത്ര വീഴാതെ എന്നെ തന്നെ സൂക്ഷിച്ചാലും അതിനപ്പുറമായി എന്നെക്കാട്ടിലും എൻ്റെ കാര്യത്തിൽ താല്പര്യമുള്ളൊരു അപ്പൻ എനിക്കുണ്ട്. ആ അപ്പം പറയാം, മോനെ നീ എത്ര സൂക്ഷിച്ചാലും ചിലപ്പോൾ നീ വീഴും, പക്ഷെ ഞാനുണ്ട്, നിന്നെ വീഴാതെ ഞാൻ കൈപിടിച്ച് നടത്തും. നീ എവിടെയെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ ഞാനൊരു അടി തരും. ആ അടി എന്തിനാണെന്നറിയാമോ? നീ വീഴാതെ മുന്നോട്ട് പോകാനാ. ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരപ്പനുണ്ട്. അതുകൊണ്ട് എന്നെ വീഴാതെ വണ്ണം എന്നെ സൂക്ഷിക്കുന്ന അപ്പൻ. 2, അവൻ്റെ മഹിമാസന്നിധിയിൽ എന്നെ കൊണ്ട് നിർത്തും. ഓൺ ദാറ്റ് ഡേ ഹി വിൽ മേക്ക് മീ സ്റ്റാൻഡ്. എങ്ങനെ? കളങ്കമില്ലാത്തവനായി. അയ്യോ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും. കളങ്കം, അയ്യോ എനിക്കല്ലേ അറിയാവോ ഞാൻ ആരെന്ന്, അല്ലേ? പക്ഷെ എന്നെ അവിടെ കൊണ്ട് കർത്താവ് കളങ്കമില്ലാത്തവനായിട്ട് നിർത്തുമെന്നേ. അടുത്തത് ആനന്ദത്തോടെ. എങ്ങനെയായിരിക്കും ഞാൻ നിൽക്കുന്നത്? തലകുരിച്ചാണ് നിൽക്കുന്നത്? അല്ല, ആനന്ദത്തോടെ. ഞാൻ വളരെ ആവേശത്തിലായിരിക്കും അവിടെ പോയി നിൽക്കുന്നത്. അങ്ങനെ നിർത്താൻ ശക്തിയുള്ള എൻ്റെ ദൈവത്തിന്. എന്നിട്ടാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, അവനെന്ത് ചെയ്യണം? തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാവുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വാക്ക് നിർത്തുക. എത്ര പേര് പറയും, കർത്താവേ എനിക്കൊരു ബലഹീന ജഡത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, പക്ഷേ അതെനിക്ക് ജഡത്തിൽ എന്നും കഴിയാനുള്ള ലൈസൻസ് അല്ല. പകരം ആ ജഡത്തിൽ ഞാൻ ജീവിക്കുമ്പോഴും ദൈവശക്തി, കർത്താവെ ദൈവത്തിൻ്റെ ഒരു പ്രമാണം എൻ്റെ ഉള്ളിലുണ്ട്, ആത്മാവിൻ്റെ പ്രമാണമുണ്ട്. കർത്താവെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നീ എനിക്ക് തന്നിരിക്കുന്നുവെങ്കിൽ ആ ശക്തിയാൽ നിറഞ്ഞ് കർത്താവെ ഞാൻ മുന്നോട്ട് പോകേണ്ടതിന് എന്നെ ഇതാ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എത്ര പേര് സമർപ്പിക്കും? പറയപ്പെട്ടു. ഹൗ മെനി ഓഫ് യു വിൽ പ്രേ എ ലിറ്റിൽ പ്രേയർ? ലോർഡ്,
I am weak. My flesh is indeed weak. But I trust in God. There is a law of God. There is the Holy Spirit is inside of me. ആ കൃപ എനിക്ക് നീ തന്നിരിക്കുന്നത്, എന്നെ ശിക്ഷിച്ചു വളർത്തുന്ന ദൈവകൃപ. എന്നെ കർത്താവേ എൻ്റെ അപ്പനായതുകൊണ്ട്, എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നെ ശിക്ഷിച്ച് വീഴാതെ വണ്ണം മഹിമാസന്നിധിയിൽ കൊണ്ട് നിർത്തുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴിതിടാതെ അവൻ എന്നെ കരങ്ങളിൽ കാത്തു നിർത്തും തൻ മഹിമയിൻ സവിധത്തിൽ നാഥൻ. കളങ്കമറ്റാനന്ദ പൂർണ്ണതയോടെ ഭവിക്കട്ടെ മഹത്വം അങ്ങ് അവനെന്നും. ആമേൻ, ഹല്ലേലൂയ. ആ 2 വാക്യമാണ് പാട്ടായിട്ട് ഒരു പ്രിയപ്പെട്ടവൻ എഴുതിയെന്നുള്ള കാര്യവും മറക്കരുത്. ഇന്ന് നിങ്ങളിവിടെ നിന്ന് വീട്ടിലോട്ട് പോകുമ്പോഴും ആ കൃപ എന്നുള്ള ഒറ്റ വാക്ക് നിങ്ങളുടെ മനസ്സിൽ നിൽക്കണം. പക്ഷെ ഞാൻ പറഞ്ഞ ഗ്രേസ്, ഇറ്റ്സ് നോട്ട് എ ഹൈപ്പർ ഗ്രേസ്. ഇറ്റ്സ് ദ ട്രൂ ഗ്രേസ് ഓഫ് ഗോഡ് വിച്ച് ഈസ് സെഡ് ഇൻ ദ ബൈബിൾ. കർത്താവ് മീൻ ചെയ്ത ഗ്രേസാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നെ ശിക്ഷിച്ചു വളർത്തുന്ന കൃപ, എൻ്റെ എല്ലാ തോന്നിയാസത്തിനും കണ്ണടയ്ക്കുന്ന കൃപയല്ല. എന്നെ അപ്പോഴപ്പോഴും അടി തന്ന് എന്നെ മുന്നോട്ട്, എന്നെ കളങ്കമില്ലാതെ ദൈവസ്ഥലിൽ നിർത്തണമെന്നുള്ളൊരു വാശിയിലാണ് എൻ്റെ കർത്താവ്. അതിന് ദൈവം അയക്കുന്നതാണ് കൃപ. ആ കൃപയുടെ കരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.